ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്തരയിൽ വന്ന് നിൽക്കാനും എൻ്റെ സാക്ഷ്യം പറയാനും സാധിച്ചതിൽ എൻ്റെ മാതാവിനോടും ഈശോപ്പയോടും ഒരുപാട് നന്ദി. എൻ്റെ പേര് ദിയ. ഞാൻ എറണാകുളം ജില്ല തമ്മനത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കൃപാസന മാതാവിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. 2025 ജാനുവരി 1 എൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 3 വയസ്സും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു വശം തളർന്നിട്ട് പയ്യെ നടന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബമാണ്. എങ്ങനെ അത് നേരിടും എന്നൊന്നും അറിയില്ല. എല്ലാവരും ചോദിക്കണ പോലെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എനിക്ക് ആയുസ് ഉണ്ടാവുമോ, എൻ്റെ അസുഖം മാറുമോ? ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഈസ് ഇൻക്യൂറബിൾ. 6 മാസമോ 1 വർഷമോ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ടിരിക്കാം, പിന്നീട് തിരിച്ചു വരും, പിന്നെയും വരും എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ എൻ്റെ 2 മക്കളെയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ടീച്ചറിനോട് പറഞ്ഞു, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ മക്കളെ ഞാൻ ഏൽപ്പിക്കുകയാണ്, എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണം, ഞാനില്ലെങ്കിലും അവരെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് പറഞ്ഞോളൂ, അച്ഛൻ വരും, എനിക്കിനി വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയാണ്. ആ സമയത്താണ് LKGയിലെ ടീച്ചർ ഡാർലി മിസ്സ് എന്നെ കാണുന്നു. മിസ് എന്നെ വിളിക്കുകയാണ്, എന്താ ദിയ, ഞാൻ കരയുന്ന കണ്ടു, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ ഇതേപോലെ ക്യാൻസറാണ്, എനിക്കറിയില്ല ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ വരാവോ? മിസ്സ് ഉടമ്പടി എടുത്താണ്, മിസ്സിന് അത്ര വിശ്വാസമാണ് എന്ന് പറഞ്ഞു. എല്ലാം പോയി, എല്ലാം തീർന്നിരിക്കണ നിമിഷം ഞാൻ എവിടെ വേണമെങ്കിലും വരാം മിസ്സേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മിസ്സേ എനിക്ക് നടക്കാനൊന്നും വയ്യ, കാലിൽ നീരാണ്, ശ്വാസം മുട്ടാണ്, ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഒന്ന് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സിൻ്റെ കൂടെ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. കാലേ മൊത്തം നീര്, എനിക്ക് ചെരുപ്പിടാൻ പറ്റുന്നില്ല. മിസ് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കാല് നീരാണ്, നടക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു. ബസ്സിനാണ് വന്നത്, കാല് താഴെ ഇട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നീര് കൂടും, എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മിസ് പറഞ്ഞു, ഞാൻ പിടിച്ചിറക്കാം, അകത്ത് കയറി ഇരിക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഡാർലി മിസ് എന്നെ ആൾത്താരുടെ അകത്ത് കൊണ്ടുവന്ന് ഇരുന്ന് ഞാൻ കാല് നീട്ടുമ്പോൾ എൻ്റെ കാലിൽ നീരില്ല. എനിക്ക് ആകെ അതിശയം, ഞാൻ ഇവിടെ വന്ന് കാല് കുത്തിയുള്ളൂ, എൻ്റെ നീരെവിടെ പോയി? കാല് നീര് കൂടേണ്ട സമയമാണ്, പക്ഷെ നീരില്ല. എന്താ മാതാവേ, ഉടനടി പരിഹാരമോ, ഉടനടി അതിശയമോ? എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിസ്സേ എൻ്റെ കാലിൽ നീരില്ല, എവിടെ പോയെന്ന് എനിക്കറിയില്ല, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ മിസ്സ് പറഞ്ഞു, ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണ ആൾ 2ാമത്തെ നിലയിൽ കയറണം, ഇതിയൊക്കെ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല മിസ്സേ, 1 നില കയറിയ ശ്വാസം മുട്ടും, എനിക്ക് 2 നില കയറാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, ഞാൻ പയ്യെ കയറ്റാം, നമുക്ക് നിന്ന് കയറാമെന്ന് പറഞ്ഞു. ഞാൻ 2 നില എങ്ങനെ കയറുന്നത് എനിക്കറിയില്ല. ഞാൻ എവിടെയും നിന്നില്ല, ഒറ്റയടിക്ക് 2 നില കയറി. എനിക്ക് അവിടെ എത്തിയിട്ട് ശ്വാസം മുട്ടുമൊക്കെ, അതൊക്കെ ഒന്നും ചെയ്തില്ല. മിസ്സ് ശ്വാസം ഇങ്ങനെ പറഞ്ഞ് വലിക്കുക, പക്ഷേ എനിക്ക് ഒന്നുമില്ല. മിസ്സേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ 2 നില ഓടിക്കയറി, എനിക്കൊന്നുമില്ല. ഇത്രയും പെട്ടെന്ന് അതിശയം വരുമോ മാതാവിൻ്റെ എന്നറിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി കാശ് രൂപം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഡ്രസ്സിൽ കുത്തിവെച്ചു, കിടന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മാറിയപ്പോൾ കാശ് രൂപം മറന്നു. അപ്പോൾ റൂമിൽ ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്, മിക്സി അടിക്കുന്ന പോലെ ശബ്ദം. ഈ വെളുപ്പിന് ആരാ മിക്സി അടിക്കുന്നത്? ഞാൻ ജനലൊക്കെ തുറന്ന് നോക്കി, താഴെ പോയി നോക്കി, ആരുമില്ല. ആ ശബ്ദം എൻ്റെ കാതിൽ തുളച്ച് കയറുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കാശ് രൂപം താഴെ കിടക്കുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ. ഞാൻ മറന്നൂലേ, അങ്ങനെ എടുത്ത് കുത്തി. അപ്പോഴത്തേനും ആ ശബ്ദം നിന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, അത് മാതാവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ആ ശബ്ദം വന്നത്? അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ശീലമൊന്നുമില്ല, ഞാൻ എന്തായാലും 5:30 എഴുന്നേക്കാൻ, മാതാവിനെ ഒന്ന് വിളിച്ചേക്കണേ, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് കിടന്നു. പിറ്റേ ദിവസം രാവിലെ, ദിയേ എഴുന്നേക്ക് പ്രാർത്ഥന അല്ലണ്ടേന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ശബ്ദം, എൻ്റെ സ്വന്തം അമ്മയുടെ ശബ്ദമാണ് കേൾക്കണേ. ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മേനെ കാണുന്നില്ല. ഞാൻ താഴെ പോയി നോക്കി, അപ്പം അമ്മ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ഓക്കെ, മമ്മ എന്നെ വിളിച്ചിട്ട് കിടന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് താഴെ പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ വിളിച്ചിട്ട് ഓടി വന്ന് കിടന്നോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, ഞാൻ വന്നില്ല, ഞാൻ നിൻ്റെ റൂമിലോട്ട് വന്നില്ലല്ലോ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടത് മാതാവിൻ്റെ ശബ്ദമായിരുന്നു. മാതാവാണോ എന്നെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? അതിൽ പിന്നെ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അങ്ങനെ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡേറ്റായി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മാതാവിനെ സമർപ്പിച്ച്, മാതാവേ എനിക്ക് തിരിച്ചു വരണം, എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം, എനിക്ക് കൊതി തീർന്നിട്ടില്ല മാതാവേ ജീവിച്ച് എന്ന് പറഞ്ഞു. ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് പോവാണ്. കയ്യിൽ പൈസയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കിനി താലിമാല വിൽക്കേണ്ടി വരുമോ മാതാവേ എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കയറി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എല്ലാം കഴിഞ്ഞപ്പോൾ
എനിക്ക് പൈസ എവിടെ നിന്ന് വന്നേന്ന് പോലെ എനിക്കറിയില്ല. അവർ ഓരോ പ്രാവശ്യം ഇത്ര അടക്കും എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിചയമില്ലാത്ത ആൾക്കാർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിൽ കുറേ പേര് തരുന്നു, ഹോസ്പിറ്റലിൽ തരുന്നു. അവിടെ കയറുമ്പോഴും അങ്ങനെ ആ റൂമിലൊന്നും കയറ്റാൻ പാടില്ല. അങ്ങനത്തെ ഒരു റൂമായിരുന്നു. ആ റൂമിൽ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവിൻ്റെ രൂപം കയറ്റണം, ഉപ്പ് കയറ്റണം, അത് മാത്രം എനിക്ക് കയറ്റിയാൽ മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ രൂപവും ഉപ്പും ഞാൻ ആ റൂമിൽ വെച്ചു. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത നിമിഷം, എനിക്ക് വെള്ളം പോലെ ഇറക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായ സുഹൃത്തായിരുന്നു, അവൾ മാതാവിൻ്റെ 5 മണിക്കത്തുള്ള ഡെയിലി ബ്രെഡ് ഡെയിലി കേൾപ്പിച്ച് തരും. അത് കേൾക്കും ഒക്കെ. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളം വായിക്കൊണ്ടു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ഭക്ഷണം കഴിക്കാണ്ട് പോയ റീക്കവറി ചാൻസ് കുറവാണ്, പെട്ടെന്ന് റീക്കവർ ആവില്ല, ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ഒന്നും കൂടി ടയേർഡാവും എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഉപ്പിട്ട് 2 ദിവസം വായ കൊണ്ടപ്പോൾ 3-ാം ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാവും, ഇനി പെട്ടെന്ന് റിക്കവർ ആയിക്കോളും, സാരമില്ല, കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ച് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. മാതാവിന് ഒരുപാട് സ്തുതി പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ, എനിക്ക് ഒപ്പം ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ, എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ റൂമിൽ അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ മാതാവ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ദിവസമെങ്കിലും എനിക്ക് ഉറങ്ങണം മാതാവേ സമാധാനത്തോടെ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മാതാവേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാൻ കണ്ണ് പയ്യെ തുറന്നപ്പോൾ എൻ്റെ വാതിലിൻ്റെ അവിടെ ഈ മാതാവ്, ഈ ഗ്രേ കളറിലുള്ള മാതാവ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനോർത്തു ലൈറ്റ് അടിക്കുന്നതാണോ ജനലിൽ നിന്ന് കർട്ടനൊക്കെ ഇത് മാറിക്കിടക്കുന്നുണ്ടോ നോക്കി. കർട്ടനൊന്നും മാറിയിട്ടില്ല. മാതാവ് അവിടെ നിൽക്കുകയാണ്. ഞാൻ കണ്ണൊന്നും കൂടി ചിമ്മി നോക്കി, മാതാവ് തന്നെയാണോ നോക്കി. മാതാവ്. അപ്പോൾ എനിക്ക് മാതാവ് ഉണ്ടല്ലേ കൂടെ, അപ്പം എനിക്കിനി പേടിക്കണ്ട, എൻ്റെ മക്കളെയൊക്കെ നോക്കിക്കോളും, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. അങ്ങനെ ഇന്ന് എൻ്റെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ്. എനിക്കൊരു ടെസ്റ്റ് പോലും പോസിറ്റീവായിട്ടില്ല. ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. ഞാനൊരു അക്രൈസ്തവയാണ്. എനിക്ക് വിശ്വാസ പ്രമാണമോ ജപമാലയോ ഒന്നും അറിയില്ല, ബൈബിൾ അറിയില്ല. അന്നിവിടെ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ജപമാലയുടെ ബുക്ക് മിസ് വാങ്ങി തന്നു. ഇതുവരെ ഞാൻ മുടങ്ങാണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്, ബൈബിൾ അരമണിക്കൂർ വായിക്കുന്നുണ്ട്. ആദ്യമൊന്നും ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഓൺലൈൻ യോസി ബൈബിൾ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതും കേൾക്കും, ഒപ്പം ബൈബിളും വായിച്ച്. ഇപ്പം ഞാൻ 2 പ്രാവശ്യം പുതിയ നിയമം വായിച്ചു കഴിഞ്ഞു. എനിക്ക് ഈശോനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ടെസ്റ്റുകളെല്ലാം ഇപ്പോൾ നെഗറ്റീവായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവുണ്ട് എന്നുള്ള അനുഗ്രഹം എനിക്ക് തന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 3 മാസം ലീവാണ് പറഞ്ഞിരുന്നത് ഓഫീസിൽ. ഞാൻ ഇൻഫോ പാർക്കിൽ ജോലി എടുക്കുകയാണ്. 3 മാസം 4 മാസമായി. 4 മാസമായപ്പോൾ ജോലി പോകും എന്നുള്ള അവസ്ഥയായി. എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല. മാതാവേ എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല മാതാവേ, എൻ്റെ മക്കളെ നോക്കണം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പ്രാർത്ഥിച്ചു. ഓഫീസിൽ നിന്ന് അപ്പോൾ കോള് വരാണ്, ദിയ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വന്നാൽ ദിയക്ക് തിരിച്ചു കയറാം, കുഴപ്പമില്ല, ഞങ്ങൾ സംസാരിച്ചു, കുഴപ്പമില്ല. മാതാവിന് ഒരുപാട് സ്തുതി പറഞ്ഞ് തിരിച്ച് ആ ജോലിയിൽ കയറി. ഇപ്പോൾ അവിടെ ആരെന്ത് പ്രശ്നം വന്നാലും അവരെല്ലാം ഓടി എൻ്റെ അടുത്ത് വരും, ദിയേ മാതാവിനോടൊന്ന് പറഞ്ഞേക്കണേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം സാധിച്ചു തരുന്നുണ്ട് മാതാവ്. എല്ലാവരും ഇപ്പോൾ ഓഫീസിലുള്ള എല്ലാവർക്കും മാതാവിൽ വിശ്വാസമാണ്. അവരെല്ലാവരും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും. അവർക്കുണ്ടായ സാക്ഷ്യങ്ങൾ പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. ഞാൻ ആദ്യമൊക്കെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഡെയിലി ഞാൻ ചോറ് കിട്ടുമ്പോൾ ഒരു പൊതി ചോറ് എക്സ്ട്രാ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് പോരാന്ന് തോന്നി. ഓരോ ഉടമ്പടി പുതുക്കുമ്പോൾ അത് പോരാന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്കങ്ങനെ ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. എന്നാലിപ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ 10-25 പേർക്കുള്ള പൊതിച്ചോറ് കെട്ടും. ആ പൊതിച്ചോറിൻ്റെ കൂടെ ബെഡ്ഷീറ്റ്, മുണ്ട്, ഷർട്ട്, നൈറ്റിയൊക്കെ വാങ്ങി റോട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നടന്നു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാർക്ക് ചോറെത്തിക്കാൻ തുടങ്ങി. പിന്നെ കളമശ്ശേരിയിലുള്ള ഒരു വൃദ്ധസദനം അവിടെ സന്ദർശിക്കുക, അവർക്ക് ഒരു ദിവസത്തുള്ള എല്ലാ ഭക്ഷണവും അവർക്ക് വെച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നു. അങ്ങനെ എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പൈസ ഇല്ലാണ്ട് ഓൺലൈനും എല്ലായിടത്തും കാണുന്ന ചികിത്സാ സഹായം ചോദിച്ചു വന്നവർക്ക് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന തുക ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് മുടങ്ങാണ്ട് പത്രം വാങ്ങും. ആ പത്രങ്ങളെല്ലാം ഞാൻ എൻ്റെ അനുഗ്രഹം പറഞ്ഞ് നടന്ന് കൊടുക്കാൻ തുടങ്ങി. ക്യാൻസർ വാർഡിലൊക്കെ സന്ദർശിച്ച് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് മാതാവ് രക്ഷ നൽകിയെങ്കിൽ നിങ്ങൾക്കും രക്ഷ നൽകുമെന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും പത്രങ്ങൾ എത്തിക്കും. ഞാൻ ഒരു പ്രാവശ്യം പോയ സ്ഥലത്ത് ഞാൻ പിന്നീട് പോകത്തില്ല. ഇതറിയാത്ത ആൾക്കാർക്കും കൃപാസനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കും എല്ലാം പത്രങ്ങൾ എത്തിക്കും. ഇപ്പോൾ ഹിന്ദി പത്രമെല്ലാം, കാരണം ഓഫീസിൽ കൂടുതൽ ഹിന്ദിക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പത്രങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി മുടങ്ങാണ്ട് കാണും. ധ്യാനം മുടങ്ങാണ്ട്
അച്ഛൻ്റെ അതേ സമയം അച്ഛൻ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ധ്യാനം കൂടും, മുടങ്ങാണ്ട് അത് കൂടാൻ തുടങ്ങി. അതുപോലെ സാക്ഷ്യങ്ങൾ, പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ചെവിയിൽ 2 ചെവിയിലും പാട്ടൊക്കെ വെച്ചിട്ടാണ് പോണേ. ഇപ്പം ഞാൻ പാട്ട് കേൾക്കാറില്ല, പകരം ഞാൻ സാക്ഷ്യമാണ് കേൾക്കണേ. ഡെയിലി 6ഉം 7ഉം സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്കത് യോജിച്ച ആൾക്കാർക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ആരുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, അവർക്ക് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എനിക്കറിയാം ക്യാൻസർ എന്നുള്ള അസുഖം ചികിത്സിച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കാം. പക്ഷേ അതിനെല്ലാത്തിനും വലുത് ഒരു ധൈര്യം, അതായത് തീർന്നു എന്ന ദിവസം നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മരിച്ചു പോകും, നമുക്കൊരു രക്ഷയില്ല. പക്ഷേ അതിന് നേരിടാനുള്ള ധൈര്യം എനിക്ക് തന്നത് എൻ്റെ മാതാവാണ്. അതെങ്ങനെ ഓരോ നിമിഷവും മാതാവ് കൂടെ ഉണ്ട് എന്ന് എന്നെ കാണിച്ച്, ഞാൻ ജീവിതം തീർന്നു, എനിക്ക് ആരുമില്ല എന്ന് തീർന്ന നിമിഷം പോലും എനിക്ക് മാതാവ് ധൈര്യം തന്നു നേരിടാൻ. എൻ്റെ ഈശോപ്പൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്. ഇനി എനിക്ക് ജീവിക്കാൻ പേടിയില്ല. എനിക്ക് എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ മാതാവ് എന്നെ തിരിച്ചു നൽകി. അങ്ങനെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. ഇനി എപ്പോഴും എൻ്റെ ജീവിതം അവസാനിക്കുന്ന വരെ ഉടമ്പടിയിലായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. മാതാവിന് ഈശോപ്പൊക്കെ ഒരുപാട് നന്ദി. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്. ഞാൻ നിന്നോട് കൂടി ഉണ്ടാകും, നീ പോകുന്ന എല്ലായിടത്തും, നമ്മൾ പോകുന്ന വഴിയെ എല്ലായിടത്തും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷികളിൽ നമ്മൾ കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയും കൂടെ ഇരിക്കുന്ന ഒരമ്മയാണ്. കൃപാസനം സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയിലല്ല അവൾ തിരികെ പോകുന്നത്. കണ്ണുനീരോടെ വരുന്ന മനുഷ്യരുടെ ഓരോരുത്തരുടെ കണ്ണുനീര് തുടച്ച് അവരെ സന്തോഷവരാക്കി ആണ് അമ്മ തിരിച്ചയക്കുന്നത്. ദിയ ശിവദാസൻ എന്ന മകളുടെ സാക്ഷ്യത്തിലും ബോൺമാരോ ക്യാൻസർ എന്ന രോഗവുമായിട്ടാണ് ദിയ ശിവദാസൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആദ്യമായി എത്തുന്നത്. സ്വന്തം മക്കളെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് പോകാനായിട്ട് കണ്ണീരോടെ പോകാനായിട്ട് ടീച്ചേഴ്സിനെ കാണാൻ പോയപ്പോൾ അടുത്തിരുന്ന ഒരു ടീച്ചർ കേൾക്കുകയും ഈ മകളെ പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വളരെ പ്രയാസകരമായ സമയമാണ്. കാല് മുഴുവൻ നീര് വെച്ചു, വേദനയുണ്ട്. അസഹനീയമായ വേദന സഹിച്ചുകൊണ്ടാണ് ഒരു തരത്തിൽ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തിയത്. ഇവിടെ വരികയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നിരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെയാണ് ആ മകൾക്ക് ആ കാലിൻ്റെ അസുഖം മാറിയത്. കാലിൻ്റെ വേദന മാറി. പിന്നീട് ആ സ്റ്റെപ്പെല്ലാം കയറി ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. സാധാരണ ക്യാൻസർ എന്ന രോഗം കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഭയമാണ്. പക്ഷെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് വളരെ പ്രയാസപ്പെട്ടാണ് വന്നതെങ്കിലും അമ്മ ധൈര്യം കൊടുക്കുകയായിരുന്നു. അമ്മ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തു രക്ഷിക്കുമെന്നാണ് ഉടമ്പടി മക്കൾക്കുള്ള ഒരു വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ ഉറച്ച് ശിവദാസൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ട്രീറ്റ്മെൻറ്റെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നടന്നു. പക്ഷേങ്കിൽ ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസ് അത് വളരെ വളരെ യാദൃശ്ചികമാണ്. വളരെ വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ എമൗണ്ട് എല്ലാം വന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് കാര്യത്തിൽ വന്നപ്പോൾ സ്വന്തം താലിയും മാല പോലും പോകുമോ എന്ന ഭയത്തിലിരുന്നപ്പോഴാണ് എവിടെ നിന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ ലക്ഷങ്ങളോളം രൂപകളാണ് അക്കൗണ്ടിലേക്ക് വന്നത്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും സ്വന്തം വീട്ടിലേക്ക് സ്വന്തം മക്കളുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ തിരിച്ചൊരു നല്ല പുതിയ ജീവിതം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാതെ അമ്മ വിടാറില്ല. ഈ മകളുടെ കാര്യവും അതുപോലെ തന്നെയായിരുന്നു. ആരും കൂടെയില്ല എന്ന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പല രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മയുടെ പ്രസൻസാണ്, അമ്മയുടെ സാന്നിധ്യമാണ് വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മകൾക്ക് കാണുവാൻ സാധിച്ചത്. സ്വന്തം മക്കളെ പറ്റി വിലപിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോൾ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു, മോളെ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്.
പിന്നീട് ജോലിയുടെ കാര്യവും അതുപോലെ തന്നെ. നഷ്ടപ്പെട്ട ജോലി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തിരിച്ചു കിട്ടുകയാണ്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസമാണ് നാം ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് ലഭിക്കുന്നത്. എന്ത് രോഗമായാലും, ഏത് പ്രതിസന്ധികളായാലും, ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു ആത്മധൈര്യമാണ് ഉടമ്പടി മക്കൾക്ക് കിട്ടുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈ ധൈര്യത്തിലേക്ക് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വചനമാണ്. ആശ്വാസവും ധൈര്യവും നൽകുന്ന, വാഗ്ദാനത്തിൻ്റെ വചനം നൽകുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദിയ ശിവദാസിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.